أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ, വിധി വിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ വായിച്ച ഒരു ചെറിയ ഒരു കഥ, പണ്ട് ഒരു കൊട്ടാരത്തില് ഭക്തനായ ഒരു വേലക്കാരനുണ്ടായിരുന്നു. രാജാവ് അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, കൊട്ടാരം ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഉഷാറാക്കണം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥി വരാനിരിക്കുന്നു. അതുകൊണ്ട് ഈ വിരിപ്പുകളും പരവതാനികളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പുതുതാക്കി എല്ലാം കൊണ്ടൊന്ന് മൊഞ്ചു കൂട്ടണം ഈ കൊട്ടാരം ഒന്നായിട്ട്. വേലക്കാരൻ കൽപ്പന പ്രകാരം അത് ചെയ്യാണ്. അതിനിടയിൽ വേലക്കാരൻ ചോദിച്ചു, ആരാണ് പ്രഭു ഇത്രത്തോളം ആദരിക്കപ്പെടുന്ന, ഇത്രത്തോളം സ്വീകരിക്കപ്പെടുന്ന ഈ അതിഥി ആരാണ്, വിരുന്നുകാരൻ ആരാണ്? രാജാവ് അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി, ആ വിരുന്നുകാരൻ വരുന്നത് എന്നെ സഹായിക്കാനല്ല, പകരം എനിക്ക് തരാനാണ്. എനിക്ക് തരാനുള്ള നിധി ശേഖരവുമായിട്ടാണ് ആ വിരുന്നുകാരൻ എൻ്റെ അടുക്കൽ വരുന്നത്. ആ വിരുന്നുകാരൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അത്രയും സമയം കാലത്തോളം എനിക്ക് ലാഭമാണ്, ഖൈറാണ്, നന്മയാണ് എന്ന് ഈ രാജാവ് ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കുക. സഹോദരന്മാരെ, ആ കൊട്ടാരത്തിലേക്ക് വരുന്ന അതിഥി ആരാണ് അറിയാമോ? ഏതൊരു അതിഥിയാണ് ആ കൊട്ടാരത്തിലേക്ക്, ആ രാജാവ് സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കൊട്ടാരത്തിലേക്ക് വരുന്ന അതിഥി എന്നറിയാമോ? പരിശുദ്ധ റമളാനാണ്. ആ പരിശുദ്ധ റമളാൻ ഒരു കൊട്ടാരത്തിലേക്ക് മാത്രമല്ല, കുടിലുകളിലേക്കും വീടുകളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കയറി വരും. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി
അത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ അടുക്കിലേക്കും നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ അതിഥി വരുന്നത് നമ്മിൽ നിന്ന് ഒന്നും എടുത്തു കൊണ്ടുപോകാനല്ല, മറിച്ച് നമുക്ക് നല്ലോളം തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ആ അതിഥി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ അതിഥിയെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ ദുരന്തമെന്ന് പറഞ്ഞാൽ, സങ്കടമെന്ന് പറഞ്ഞാൽ അല്ല, ദുരന്തമെന്ന് പറഞ്ഞാൽ ആ അതിഥി വരുമ്പോൾ വീട് വൃത്തിയാക്കുന്ന തിരക്കിൽ ആ അതിഥിയെ തന്നെ മറന്നുപോകുന്ന വീട്ടുകാരനെ പോലെയാണ് പലപ്പോഴും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിഥി വരുന്ന തിരക്കില് വീട് ക്രമീകരിച്ച് വീട് ശുദ്ധിയാക്കി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. പക്ഷേ ആ തയ്യാറെടുപ്പിനിടയിൽ വരുന്ന അതിഥിയെ മറന്നുപോകുന്ന ഒരു ദുരന്തമാണ് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആതാക്കും റമളാൻ, നിങ്ങളിലേക്ക് ഇതാ റമളാൻ വന്നെത്തിയിരിക്കുന്നു. ആതാക്കും റമളാൻ, നിങ്ങളിലേക്ക് ഇതാ റമളാൻ എന്ത് ചെയ്യുന്നു? വന്നെത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ, ഷഹ്റുൻ മുബാറകുൻ ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു തുഫ്തഹു ഫീഹി അബ്വാബുൽ സമാ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം വതുഅല്ലു ഫീഹി മർദത്തുശ് ശയാത്തീൻ ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? ആതാക്കുമുർ റമളാൻ, നിങ്ങളിലേക്ക് ഇതാ റമളാൻ വന്നെത്തിയിരിക്കുന്നു. എന്താണ് റമളാനിന്റെ പ്രത്യേകത? ഷഹ്റുൻ മുബാറകുൻ, അത് അനുഗ്രഹപൂർണമാണ്, അനുഗ്രഹത്തിന്റെ മാസമാണ് ഈ പരിശുദ്ധ റമളാൻ. റമളാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഇടയിൽ ചില ആളുകൾ ഉണ്ടാവും, എന്ത്, ഇനിയിപ്പോ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ വേണമെന്ന്, എന്തൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്യുന്ന ഫുഡ് ഇൻസ്പെക്ടർമാരുണ്ടാവും. എന്തൊക്കെ ഫുഡാണ് നമുക്ക് ഒരുക്കേണ്ടത്, എന്തൊക്കെ ഫുഡ് തയ്യാറാക്കണം എന്നുള്ളത്. ചില ആളുകളുണ്ട്, എന്ത്, റമളാനാ വരുന്നത്, ഇനി എന്ത് ചെയ്യണം, ഒന്ന് അല്പം ഭക്ഷണം കുറച്ച് തടിയൊക്കെ ഒന്ന് മെലിഞ്ഞ് ഒന്ന് പാകമാക്കി എടുക്കണം എന്ന് പറയുന്ന ഡയറ്റിംഗ് വിദഗ്ധന്മാരും എന്തുണ്ടാവും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇങ്ങനെ പല ആളുകളാണ് പരിശുദ്ധ റമളാൻ വരുമ്പോഴേക്കും അതിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ. പക്ഷെ ഇത് വയറ് നിറക്കാനുള്ള മാസമോ അല്ലെങ്കിൽ തടിയൊന്നും മെലിഞ്ഞ് പാകപ്പെടാനുള്ള മാസമോ അല്ല, മറിച്ച് മനസ്സ് നിറക്കാനുള്ള മാസം, ഈ മനസ്സ് ശുദ്ധമാക്കാനുള്ള മാസം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിൽ പറഞ്ഞു, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ ഈ മാസം തുറക്കപ്പെടുകയാണ്, തുറന്നു വെച്ചിക്കാണ്. ഈ മാസം മുഴുവനും സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചിക്കാണ്. സഹോദരന്മാരെ, നന്മ ചെയ്യാനുള്ള വഴികൾ അത്രമേൽ എളുപ്പമാക്കി തന്നിരിക്കുന്നു ഈ പരിശുദ്ധ റമളാൻ. നമുക്ക് നന്മ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. ബാക്കിയുള്ള മാസങ്ങളിൽ പള്ളിയിലേക്ക് ഒരു മനുഷ്യന് നിസ്കരിക്കാൻ പോകാൻ ചിലപ്പോൾ GPS അടിച്ചു നോക്കേണ്ടി വരും. അങ്ങനെ GPS അടിച്ചു നോക്കേണ്ടവൻ പോലും ഈ പരിശുദ്ധ റമളാൻ വരുമ്പോ തനിയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ റമളാൻ പള്ളിയിലേക്ക് വരുന്നത്. എന്താണ് ആ മാസത്തിന്റെ പ്രത്യേകത? അതാണ് ഷഹ്റു മുബാറകൻ, നന്മ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു മാസം, പള്ളിയിലേക്ക് വരാൻ മനസ്സ് തന്നെ കൊതിക്കുന്ന ഒരു മാസം. അല്ലാത്ത സമയങ്ങളിൽ നിന്ന് പോലും ആ നമസ്കാരത്തിൽ നിന്ന് മാറി നിന്ന, ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു മനുഷ്യൻ ആ ഒരു മാസത്തിൽ ഒരു പ്രത്യേക ഉത്സാഹത്തോടുകൂടി ആവേശത്തോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ പരിശുദ്ധ റമളാനിൽ പള്ളിയിലേക്ക് നമസ്കാരത്തിലേക്ക് വരുന്നു. അല്ലേ, ഒരു പ്രത്യേകതയല്ലേ? ഖുർആനിനെ അവഗണിക്കുന്ന ഒരു മനുഷ്യൻ ആ മാസത്തുമ്പോ കാണാൻ എന്ത്, ഖുർആന് പ്രത്യേകമായിട്ട് ഒരു എടുത്തു നോക്കുന്നു. അല്ലേ, ഷഹ്റുൻ മുബാറകുൻ, എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യാൻ, നന്മ ചെയ്യാൻ പാകപ്പെട്ട ഒരു മാസമാണ് എന്ത്, ഈ മാസം. ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് പിന്നീടുള്ള ജീവിതത്തിലേക്ക് പാകമാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മാസം റമളാൻ ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീത മാസമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ ആ മാസത്തിൽ കൊട്ടിയടക്കപ്പെട്ടൊക്കെയാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഇതിലും വലിയ ഒരു സുവർണാവസരം വേറില്ല. അറിയാലോ, ഈ റമളാൻ മാസമായാൽ ഏതൊരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ, പരമാവധി അകന്നു നിൽക്കാൻ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. അത് റബ്ബിന്റെ പ്രത്യേകമായ ഒരു കാരുണ്യമാണ് ആ പാപങ്ങളിൽ നിന്ന് അവൻ അകന്നു നിൽക്കുന്നത്. കാരണം ഈ മാസം ഷഹ്റുൻ മുബാറകുൻ, ഒരു അനുഗ്രഹത്തിന്റെ അനുഗ്രഹീത മാസമാണ്. വിശ്വാസികൾക്ക് നന്മ ചെയ്യാനും
ഉള്ള വലിയൊരു അന്തരീക്ഷമാണ് സംജാതമാകുന്നത് ഈ മാസത്തില്. പക്ഷേ അള്ളാഹു നമുക്കായി തിന്മകളുടെ വാതിൽ കൊട്ടിയടച്ചപ്പോൾ, എന്നാൽ ആ വാതിലുകൾക്കിടയിലൂടെ പാളി നോക്കുന്ന മനുഷ്യൻ, ആ ജനൽപ്പാളികൾക്കിടയിലൂടെ പാളി നോക്കുന്ന, തിന്മകളിലേക്ക് പാളി നോക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ പരിശോധിച്ചു നോക്കുക. പുറമെ നോമ്പുണ്ട്, എന്നാൽ പഴയ ചീത്ത സ്വഭാവങ്ങളൊന്നും മാറിയിട്ടില്ല. കള്ളുണ്ട്, ചതിയുണ്ട്, വഞ്ചനുണ്ട്, പരദൂഷണുണ്ട്, മറ്റുള്ളവരെ കുറ്റം പറിച്ചിട്ടുണ്ട്, ഏഷണയുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും തിന്മയിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയുന്നില്ല എങ്കിൽ പ്രശ്നം പുറത്തല്ല, പ്രശ്നം അകത്താണ്. നമ്മിലാണ് പ്രശ്നം. ഇത്രയൊക്കെ സൗകര്യങ്ങൾ, നന്മ ചെയ്യാനുള്ള സൗകര്യങ്ങളും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ ഒരുക്കി തന്നിട്ടും പിന്നെയും തിന്മയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടത് പുറത്തല്ല, അകത്താണ്. എവിടെ? നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ മനസ്സിനെ ആയത്തിൽ നമ്മൾ പരിശോധിച്ച് അതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. നാലാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു, വതുഅല്ലു ഫിഹി മർദത്തു ശയാതീൻ. ഇതാ പിശാചുകളെ ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട മാസമാണ് ഏത്? പരിശുദ്ധ റമളാൻ. പിശാചുകളെ ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട മാസം. ഇവിടെയാണ് പലപ്പോഴും വലിയൊരു രസം. പിശാചി ചെങ്ങലയിലായിട്ടും നമ്മൾ കള്ളം പറയുന്നുവെങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നുവെങ്കിൽ, നമ്മൾ ഏഷണിൽ പങ്കെടുക്കുന്നുവെങ്കിൽ, ഇനി പിശാചിന് എന്ത് ചെയ്യേണ്ട? നമ്മൾ കുറ്റം പറയേണ്ട. കാരണം പിശാചി ചെങ്ങലയിലാണ്. പിശാചി ഈ മനസ്സിന്റെ ഉള്ളിലുള്ള പിശാച് ഇവിടെയാണ്. നമ്മുടെ മനസ്സാണ് പിശാചായിട്ട് എന്ത് ചെയ്യണത്? മാറുന്നത്. ഇത്രത്തോളം സൗകര്യങ്ങൾ, നന്മ ചെയ്യാനുള്ള സൗകര്യങ്ങളും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് പിന്നെയും ആ തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും പലപ്പോഴും പിശാചുക്കളായിട്ട്, ശൈത്താന്മാരായിട്ട് മാറുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ശരിക്ക് തിരിച്ചറിയാൻ കഴിയും ഈ റമളാൻ മാസത്തിൽ. ഇത്രത്തോളം തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞിട്ട് പിന്നെയും പിശാചുമായിട്ട് കൂട്ടുകൂടാൻ, പിശാചിന്റെ പണികളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ സ്വഭാവം ശരിക്കും എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ആരാണ്, ഇപ്പോൾ നമ്മൾ എവിടെയാണ്, നമ്മൾ എന്തിന്റെ സ്വഭാവത്തിന്റെ ഉടമകളാണ്. ഇനിയും തെറ്റിൽ നിന്ന് എന്താ എനിക്ക് മാറി നിൽക്കാൻ കഴിയാത്തത്? തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്റെ മുമ്പിൽ ഉണ്ടായിട്ടും എന്നിട്ടും ഞാൻ എന്തിനാ ഒരാളെ കുറ്റം പറയുന്നത്? ഞാൻ എന്തിനാ ഒരാളോട് മിണ്ടാതിരിക്കുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ എന്തിനാ ഒരാളെ ചതിക്കുന്നത്? എങ്കിൽ തെറ്റുകാരൻ, പിശാച് എവിടെയാണ്? എന്റെ മനസ്സിൽ തന്നെയാണ്. ഈ പിശാചിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബന്ധിക്കേണ്ടത്. അഞ്ചാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. ഈ മാസത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ മാസത്തിൽ ഒരു രാവുണ്ട്. ആ രാവിന്റെ പ്രത്യേകത 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി ഈ മാസത്തിലുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം പുണ്യമുള്ള ഒരു രാത്രി മറ്റൊരു മാസത്തിലില്ല. ഈ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മാസത്തിൽ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി, പുണ്യമാക്കപ്പെട്ട ഒരു രാത്രി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്നു. 1000 മാസം ഒരു 83 വർഷം ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പുണ്യം എത്രത്തോളം ഉണ്ടാവുമോ അത്രത്തോളം പുണ്യം ഒരൊറ്റ രാത്രിയിൽ ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിനെ നേടിയെടുക്കാൻ കഴിയുന്നില്ല. ഇതിനേക്കാളും വലിയ ഒരു സുവർണാവസരം വേറെ ഏതാ ഉള്ളത്? ഈ മാസം ഷഹ്റു മുബാറക്കല്ലേ? വരുന്ന മാസം ഈ റമദാൻ മാസം ഷഹ്റു മുബാറക് തന്നെയല്ലേ? നോക്കൂ, 83 വർഷക്കാലം ഉറക്കമില്ലാതെ, ഊണില്ലാതെ, മയക്കമില്ലാതെ, മടുപ്പില്ലാതെ, മടിയില്ലാതെ, അലസതയില്ലാതെ, നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, നിഷ്കളങ്കമായിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആത്മാർത്ഥമായിട്ട് ഒരു മനുഷ്യന്, ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാ ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ ഒരൊറ്റ രാത്രി ചെയ്താൽ 83 വർഷക്കാലം ഇബാദത്ത് ചെയ്തതിന്റെ പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും ഈ ഒരൊറ്റ രാത്രിയിലൂടെ എന്ന് പറയുമ്പോൾ ഈ രാത്രി അതൊരു പ്രത്യേകതയുള്ള രാത്രി തന്നെ. കാരണം ഷഹ്റു മുബാറക്, അനുഗ്രഹത്തിന്റെ മാസത്തിലുള്ള ഒരു രാത്രിയാണ്. ആറാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഹദീസിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള
ഏറ്റവും ഗൗരവമേറിയിട്ടുള്ള നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ആറാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തെന്നറിയോ? മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ആ മാസത്തിൽ കിട്ടേണ്ട നന്മകൾ ആർക്കെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് ഹുരിമ, അവൻ തന്നെയാണ് നിർഭാഗ്യവാൻ, ഭാഗ്യദോഷി, നഷ്ടവാൻ അവൻ തന്നെയാണ് എന്നുള്ളതാണ്. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള നന്മകളുണ്ടല്ലോ, ഖൈറുണ്ടല്ലോ, അത് ആർക്കെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു മുസ്ലിമിന് തന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് പരിശുദ്ധ റമദാൻ. ഒരു ഉദാഹരണം, ഒരു വലിയ കമ്പനി ഒരു 90% ഡിസ്കൗണ്ട് അതിന്റെ ഉൽപ്പന്നത്തിന് നൽകിയാൽ പോയി ക്യൂ നിൽക്കൂലേ? തലേ ദിവസം പോകൂലേ? വേണ്ട, അതിരാവിലെ പോകൂല. നമ്മൾ 90% ഡിസ്കൗണ്ട് പറഞ്ഞാൽ പോകും. എന്നാൽ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വാതിലുകൾ മലക്ക് തുറക്കപ്പെട്ട്, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ട, പിശാചിന് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട, ഒരു നന്മക്ക് പോലും എത്രയോ ഇരട്ടി പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുള്ള, എല്ലാ നന്മകളും ഖൈറുകളും ഒരുക്കിയിട്ടുള്ള, ഇത്രയേറെ സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടും അള്ളാഹുവിന്റെ ഈ മെഗാ ഓഫർ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നിട്ട് ഈ മാസത്തിന്റെ ഓഫർ സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധിച്ചിട്ടില്ല എങ്കിൽ, ഖൈറ് ഒരു മനുഷ്യനും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ തന്നെയാണ് നിർഭാഗ്യവാൻ എന്നുള്ളതാണ്. ഒരു ഉപമ പറയുകയാണെങ്കിൽ ഉപമക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ ഉപമക്കൊരു പ്രത്യേകത? കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഉപമകള്. പരിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഒരുപാട് ഉപമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. ഒരുപാട് ഉപമകൾ. ഭയങ്കര രസമാണ് ഓരോ ഉപമകളും. പെട്ടെന്ന് നമ്മൾ നമ്മുടെ മനസ്സിന്റെ ആയത്തിലേക്ക് ഇങ്ങനെ വിഷയം അറിയും, മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെറിയ ഉപമ നോക്കൂ. ഒരാൾക്ക് വലിയൊരു നിധിശേഖരത്തിന്റെ നിധിശേഖരത്തിന്റെ താക്കോൽ ഒരാളെ കയ്യിൽ കൊടുക്കുക. ഒരാളെ കയ്യിൽ വലിയൊരു നിധിശേഖരം, അതിന് താക്കോൽ കൊടുക്കുക. 1 മണിക്കൂർ സമയം കൊടുത്ത് ആ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ തനിക്ക് എടുക്കാവുന്ന അത്രയും തനിക്ക് ആ നിധിശേഖരത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാം. വലിയൊരു ഓഫർ അല്ലേ? എന്നിട്ട് ആ 1 മണിക്കൂർ തന്റെ മുമ്പിൽ കിട്ടിയിട്ട്, ആ താക്കോലും കയ്യിൽ കിട്ടിയിട്ട്, പിന്നെ ആ മനുഷ്യൻ ഒരു മൊബൈലിൽ നോക്കി ഇങ്ങനെ നിൽക്കുക, സമയം കളിയാണ്. ആ 1 മണിക്കൂർ കളിയാണ്. വെറുതെ മറ്റുള്ള സംസാരങ്ങൾ, കുശലങ്ങൾ പറഞ്ഞ് അവൻ ആ സമയം 1 മണിക്കൂർ കളയുന്ന, അതിൽ നിന്ന് 1 മണി സ്വർണം പോലും എടുക്കാത്ത, നിധി പോലും എടുക്കാത്ത ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഭ്രാന്തൻ എന്ന് പറയോ? വിഡ്ഢി എന്ന് പറയോ? നിർഭാഗ്യവാൻ എന്ന് പറയോ? ഇതൊക്കെ പറഞ്ഞ സത്യ. എന്നാൽ അതേപോലെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ഈ മാസം കിട്ടിയിട്ട്, ഈ മാസത്തിൽ നിന്ന് കിട്ടേണ്ട, ഈ റമദാനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ ഓഫറുകൾ സ്വീകരിക്കാൻ പറ്റാതെ, അതിന്റെ ഖൈർ എടുക്കാൻ പറ്റാതെ, അതിന്റെ ഖൈറിൽ നിന്ന് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനല്ല ഭ്രാന്തൻ, ഇവനല്ല വിഡ്ഢി, ഇവനല്ലേ നിർഭാഗ്യവാൻ, ജീവിതത്തിൽ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടവാൻ അവനല്ലേ. നോക്കൂ, ഈ ഹദീസിൽ പറഞ്ഞത് എന്താണെന്നറിയാം? ഹുരിമ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തടയപ്പെട്ടു. ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നന്മ തടയുന്നത് അയാൾക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന് നന്മ തടയുന്നത് അദ്ദേഹത്തിന് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. ഇത്രത്തോളം സമയവും സൗകര്യവും എളുപ്പമാക്കി കൊടുത്തിട്ട് പിന്നെയും ആ ഖൈറ് ഇവന് വേണ്ടാന്ന് വെച്ച് ഇത് അള്ളാഹു തടയുന്നത് എന്തുകൊണ്ടാ? ഇവന് അതിന് ആഗ്രഹമില്ല. പള്ളിയിൽ പോകാതിരിക്കാൻ 1000 കാരണങ്ങൾ കണ്ട്, അതേപോലെ തന്നെ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനും അവന്റെ അടുക്കൽ ഒരുപാട് എക്സ്ക്യൂസുകളാണ്. മാത്രമല്ല, ഒരു ഖുർആൻ പഠിക്കാനും ഖുർആൻ ക്ലാസ്സിൽ വന്ന് ഇരിക്കാനും അവൻ കഴിയണില്ല. ഒരുപാട് ഒഴിവ് കഴിവുകൾ അവൻ മുമ്പിൽ കണ്ടെത്തുകയാണ്. ആലോചിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, അതല്ല സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് അതിന്റെ ഖൈറ് എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നന്മ എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ തന്നെയാണ് വലിയ നഷ്ടവാൻ എന്നുള്ളതാണ്. ഈ ഹദീസിന്റെ ഇവരിന്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. 1000 മാസത്തെ
നന്മ ചെയ്യുന്ന പുണ്യമാണ് ഒറ്റ രാത്രി കൊണ്ട് കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? നോക്കും, 83 വർഷം ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രി വെറുതെ അങ്ങോട്ട് ഉറങ്ങിക്കളയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്താ നമ്മൾ പറയാ? 83 വർഷം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന ഒരു പുണ്യം കിട്ടുന്ന ഒരു രാത്രി ഒരു മനുഷ്യനെ ഉറങ്ങിയാണ് തീർക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, മൊബൈലിൽ ഇങ്ങനെ നോക്കി അശ്രദ്ധമായി പലതും കണ്ടാണ് തള്ളി നീക്കിയ ആ സമയം, ആ രാത്രി പറഞ്ഞാൽ കുറെ സമയമൊന്നുമില്ലല്ലോ, 24 മണിക്കൂറൊന്നും ഇല്ലല്ലോ ഒരു രാത്രി എന്ന് പറഞ്ഞാല്. അത്ര ആ സമയം മണിക്കൂർ അവനോട് തള്ളി നീക്കിയാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? ഒരു ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാനുള്ള ചാൻസ്, സുവർണാവസരം കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചവനല്ല ഈ മനുഷ്യൻ, ഈ ആള്. അവനല്ല വിഡ്ഢി, അവനല്ല ഭ്രാന്തൻ, അവനല്ല നിർഭാഗ്യവാൻ, അവനല്ലേ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടവാൻ. ആ ഒരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ആ ഒരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസം എന്ന് പറഞ്ഞാൽ ശഹ്റുൻ മുബാറക്കുൻ, അത് അനുഗ്രഹത്തിന്റെ മാസം. കഴിയുന്നത്ര അതിന്റെ ഹൈറുകൾ നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഒരിക്കലും ആ ഹൈറ് തടയപ്പെടുന്നവരുടെ ആളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്ത് നമ്മൾ പെട്ടുപോകരുത്. പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് വരുന്ന ഒരു അതിഥിയാണ്, ഒരു വിരുന്നുകാരനാണ്. ഒരുപാട് സമ്മാനങ്ങളുമായി വരുന്ന ഈ വിരുന്നുകാരൻ, നമ്മുടെ വിരുന്നുകാരനെ നന്നായി സൽക്കരിക്കാൻ നമുക്ക് കഴിയണം. ആ വിരുന്നുകാരന്റെ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ, അത് വാങ്ങിവെക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തിയിലേക്ക് നമുക്ക് എത്തണം. അതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ തുടങ്ങണം. പരിശുദ്ധ റമളാനിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമുക്ക് പ്രയാസമല്ല. ഈ മാസത്തെ പറഞ്ഞുകൊണ്ട്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മാസമാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ ആയത്തിൽ പറയുന്നുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ അസ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എളുപ്പമാണ്. ഈ പരിശുദ്ധ റമളാൻ എളുപ്പമാണ്. ഇസ്ലാമിലെ ഇബാദത്തുകൾ പോലും എത്ര എളുപ്പമാണ്. ഒരു നന്മയ്ക്ക് എത്ര ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ റമളാനും അങ്ങനെ തന്നെ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഈ പരിശുദ്ധ റമളാൻ എന്നുള്ളത്. താബികളിലെ പ്രമുഖനായ സുഫ്യാൻ ബിൻ സലീം റഹിമഹുല്ലാഹ്, അദ്ദേഹം റമളാൻ വരുമ്പോൾ പറയുമായിരുന്നു, ഇതൊരു കൊയ്ത്തുകാലമാണ് എന്നുള്ളത്. വിതച്ചവൻ കൊയ്യട്ടെ. ആ ഒരു കൊയ്ത്തുകാലം മറന്നുപോകരുത്, കാലം തെറ്റിപ്പോകരുത്. കൊയ്ത്തുകാലത്ത് വിതക്കേണ്ടി വരും. ആ കൊയ്ത്തുകാലത്ത് കൊയ്യണമെങ്കിൽ വിതക്കണം. ആ വിതക്കേണ്ട മാസമാണ് ഈ മാസം. മനസ്സിലായില്ലേ? ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരു മാസമാണ് ഈ മാസം. ആരോ ചോദിച്ചു ഈ മനുഷ്യനോട്, ഈ താബീനോട് ചോദിക്കുകയാണ്. ഇദ്ദേഹം ഒരുപാട് റമളാനായാൽ ഒരുപാട് നിസ്കരിക്കും. അവസാനം അദ്ദേഹത്തിന്റെ കാലിങ്ങനെ വണ്ണം വെച്ച് ഇങ്ങനെ വീർത്തു വന്ന സമയത്ത് ഇദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നറിയാം? അള്ളാഹുവിനെ കാണുമ്പോൾ ലജ്ജിക്കാതിരിക്കാനാണ് എന്ന്. എത്രത്തോളം അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. നമ്മുടെ കണ്ണിന് ആഫിയത്തുണ്ട്, നമ്മുടെ കാതുകൾക്ക് ആഫിയത്തുണ്ട്, നമ്മുടെ കാലുകൾക്ക് ആഫിയത്ത് തന്നിട്ടുണ്ട്, നമ്മുടെ കൈകൾക്ക് ആഫിയത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് നല്ല ബുദ്ധിയുണ്ട്, ചിന്തയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ആഫിയത്തും അള്ളാഹു നൽകിയിട്ട് പിന്നെയും അള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പം ലജ്ജിക്കുന്ന ഒരവസ്ഥ നമ്മിൽ ഉണ്ടാവരുത്. അള്ളാഹു നൽകുന്ന ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് വരികയാണ്. അതില് ജീവിക്കുവാനും ആഫിയത്തോടുകൂടി ജീവിക്കുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, പരിശുദ്ധ റമളാനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സഹാബക്കള് ആ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളായിരുന്നു.
വളരെ പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയായിട്ടാണ് ആ പരിശുദ്ധ റമളാനിനെ അവരെന്ത് ചെയ്യുക, സ്വീകരിക്കുക. അതുപോലെ സ്വീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. മാത്രമല്ല പരിശുദ്ധ റമളാനിൽ കഴിയുന്നത്ര അനുഗ്രഹീതമായ ആ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ശ്രമിക്കുക. പള്ളിയുമായിട്ട് കൂടുതൽ എന്ത് ചെയ്യുക, അടുക്കുക. പള്ളിയുമായിട്ട് കൂടുതൽ അടുക്കുക. ജമാഅത്തിന് പ്രത്യേകമായിട്ട്, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം. കാരണം നമുക്കറിയാം, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തിൽ ഒരാൾ പങ്കെടുത്താൽ കിട്ടുന്നത്. 27 പ്രാവശ്യം തവണ നിസ്കരിക്കുന്ന ഒരു പുണ്യമാണ് ഒരു ജമാഅത്തിൽ പങ്കെടുത്താലുള്ളത്. അപ്പോൾ അത് റമളാനിലെ, പ്രത്യേകിച്ച് റമളാനിന്റെ ഒന്നുകൂടി നമ്മൾ മുൻകൂട്ടി അതിന് ഗൗരവത്തോടു കൂടി എടുക്കുക. മാത്രമല്ല പള്ളിയുമായിട്ട് ബന്ധപ്പെടുക, മാത്രമല്ല ഒരുപാട് നന്മകൾ നമ്മളതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് സമയം നമ്മൾ മാറി നിൽക്കും. ഒന്ന് മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ മാറി നിൽക്കാൻ പരമാവധി എന്ത് ചെയ്യുക, ശ്രമിക്കുക. അതൊക്കെ റമളാനിൽ നമ്മൾ സ്വീകരിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ ഈ നന്മ ചെയ്യുന്ന സമയങ്ങളായിരിക്കും പലപ്പോഴും നമ്മളെ അത് കവർന്നെടുക്കുന്നത്. അതുകൊണ്ട് പരമാവധി അതിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കാം. കൂടുതൽ നമ്മൾ ചാരിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പങ്കെടുക്കാൻ വേണ്ടി, അതിലൊരു പങ്കാളിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അധികമൊന്നും നമുക്ക് നൽകാൻ കഴിയുന്നില്ല എങ്കിലും അല്പമെങ്കിലും ഓരോ ദിവസവും, എല്ലാ ദിവസവും എന്റെ നോമ്പിന്റെ കൂടെ, ഞാൻ നിൽക്കുന്ന നോമ്പിന്റെ കൂടെ ഒരു ധർമ്മം, ഒരാളെ സഹായിക്കാൻ, ഒന്ന് ദാനം നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ, അതെത്ര ചെറുതാണെങ്കിലും ആ ഒരു മനസ്സ്, ആ ഒരു നെയ്യത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ അതിന് ഒരുങ്ങുക. എന്തിന്? അല്പമെങ്കിലും ഓരോ ദിവസവും എനിക്ക് എന്ത് ചെയ്യണം, ഇത് കൊടുക്കണം എന്നുള്ളത്. മാത്രമല്ല അതേപോലെ തന്നെ ഖുർആൻ പാരായണവും അതൊന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഖുർആൻ പാരായണം മാത്രമല്ല ഖുർആൻ പഠിക്കാനും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രമിക്കുക. ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ സഹോദരിമാരോടൊക്കെ സൂചിപ്പിക്കാനുള്ളത് എന്താ ചോദിച്ചാൽ, റമളാൻ എന്നുള്ളത് തഖ്വയുടെ മാസമാണ്. അത് എന്തല്ല, തവയുടെ ഒരു മാസമല്ല. തവ എന്ന് പറഞ്ഞാൽ ചട്ടീനെ ഞാൻ പറഞ്ഞേ, അടുക്കളയിൽ ചട്ടി മാറി മറിയുന്ന ഒരു മാസമല്ല, മറിച്ച് തഖ്വയുടെ ഒരു മാസമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ പേജുകളാകട്ടെ മറിയേണ്ടത്, കൂടുതൽ മറിയേണ്ടത് കൈകളിലൂടെ. അതല്ലാതെ പാചകത്തിന്റെ പേജുകളോ ചാനലുകളോ ആകാതിരിക്കാൻ എന്ത് ചെയ്യുക, പരമാവധി ശ്രമിക്കുക. അത് ഒന്നും കൂടി പറഞ്ഞാൽ കൂടുതലായിട്ട് ഖുർആനുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറ്റുപോയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ ഒന്ന് കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറ്റുപോയ ബന്ധങ്ങൾ ഉണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടും. കാരണം എന്തോ ആയിക്കോട്ടെ, കാരണം മാറ്റിവെച്ചേക്ക്, അത് റമളാൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആ റമളാൻ കഴിഞ്ഞിട്ട് നോക്കാം കാരണങ്ങൾ എന്താണെന്നുള്ളത്. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, ആ അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിക്കെട്ടാൻ പരമാവധി എന്ത് ചെയ്യാൻ ശ്രമിക്കുക. എന്തിനാ എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, അറ്റുപോയിട്ടുണ്ടെങ്കിൽ, അറ്റുപോയി തന്നെയാണ് കിടക്കുന്നത് എങ്കിൽ നമ്മൾ നമ്മുടെ ഈ നോമ്പ് നോറ്റിട്ടും നമ്മുടെ ഈ ഇബാദത്ത് ചെയ്തിട്ടും ഒരു ധർമ്മം ചെയ്തിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും ഒന്നും കാര്യമില്ല. അതൊന്നും അള്ളാഹുവിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യില്ല, സ്വീകരിക്കൂല അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ രണ്ടാൾക്കാർ മാറ്റിവെക്ക്, ഒരു അറ്റിക്കല്ലേ, മുറിഞ്ഞു നിൽക്കല്ലേ, ബന്ധം വിച്ഛേദിക്കല്ലേ, അത് മാറ്റിവെച്ചേക്ക്. അവർ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടട്ടെ, അവരൊന്ന് ബന്ധമുണ്ടാവട്ടെ, അവർ നന്നാവട്ടെ, അവരൊന്ന് ക്ലിയർ ആകട്ടെ, നന്നാകട്ടെ, അവരുടെ മനസ്സൊന്ന് പൊരുത്തപ്പെടട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്രത്തോളം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് രാത്രിയൊക്കെ നിന്ന് നിസ്കരിച്ച് തറാവിയൊക്കെ നിസ്കരിച്ചിട്ട് ആ തറാവി ഇവിടെ തന്നെ കൊളായി പോകാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഗൗരവം? ഏറ്റവും ഗൗരവം എടുക്കേണ്ടതല്ലേ. അതുകൊണ്ട് അറ്റുപോയ ബന്ധങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിക്കെട്ടാൻ പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിനൊന്ന് പാകപ്പെടുത്തിയെടുക്കുക. ഇതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നോമ്പ് ഒരു പട്ടിണി മാസം മാത്രമല്ല കേട്ടോ. നോമ്പ് ഒരു പട്ടിണി മാസമല്ല. ഏത് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പട്ടിണി കിടക്കുന്ന കേവലം ഒരു മാസം മാത്രമായിട്ട് എന്ത് ചെയ്ത് മാറ്റരുത്. ഇത് ഒരു നാവും കൂടി എന്ത് ചെയ്യണം, നോമ്പ് നോൽക്കണം. നാവും കൂടി, നമ്മൾ നാവ് എന്ത് ചെയ്യണം, അതിൽ നോമ്പ് നോൽക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്, പ്രശസ്തമായ ഒരു ഹദീസാ ഈ പരിശുദ്ധ റമളാനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്. എന്താ പറഞ്ഞത്? മല്ലം യദൽ ഖൗല സൂരി വൽ അമലി ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. അനാവശ്യമായ സംസാരവും അതുപോലെയുള്ള പ്രവൃത്തിയും ഉപേക്ഷിക്കാത്തവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്നുണ്ട്,
എന്ത് ചെയ്യണില്ല? അവന്റെ സംസാരം ഇങ്ങനെ അനാവശ്യമായ ഒരുപാട് സംസാരങ്ങളും ഒരുപാട് പ്രവൃത്തികളും ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ആ പട്ടിണി, ആ ഭക്ഷണം ഉപേക്ഷിക്കൽ, അത് അള്ളാഹ്ക്കും വലിയ എന്തില്ല, താല്പര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാവ് കൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക, നാവ് കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. കുറച്ച് പ്രയാസമുള്ള സംഗതി അത് തന്നെയാണ് കേട്ടോ. നമുക്കൊക്കെ കുറച്ച് പ്രയാസമുള്ള സംഗതി എന്താണ്? ഈ നാവിനെ നോമ്പൊൽപ്പിക്കാനാണ്. മാത്രമല്ല സലഫുകൾ വരെ പറയാറുണ്ടായിരുന്നു, ഏറ്റവും എളുപ്പമുള്ള നോമ്പ് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കലാണ്. ഏറ്റവും എളുപ്പമുള്ള നോമ്പ് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കലാണ്. ഏറ്റവും പ്രയാസമുള്ള നോമ്പ് നാവിനെ നിയന്ത്രിക്കലാണ്. ഏറ്റവും പ്രയാസമുള്ള നോമ്പ് നാവിനെ നിയന്ത്രിക്കലാണ് എന്നവർ പറയുമായിരുന്നു എന്നുള്ളത്. എന്തിനു ചോദിച്ചാല് ഈ നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. നാളെ പരലോകത്ത് യൗമൽ ഖിയാമയിൽ ഒരു വിളിയാളുണ്ടാവും, ഒരു വിളംബരമുണ്ടാവും. ഐനസ്വ ഇമൂൻ, എവിടെ നോമ്പുകാർ? ഐനസ്വ ഇമൂൻ, എവിടെ നോമ്പുകാർ? ആ വിളി കേൾക്കുന്ന സമയത്ത് അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ.